കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു കഴുതയുടെയും കുയിലിൻ്റെയും കഥ കേട്ടാലോ? കഥയുടെ പേര് കഴുതയുടെ പാട്ട്. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പുളയ്ക്കൽ. പണ്ട് പണ്ട്, വളരെ പണ്ട്, ഒരു ഗ്രാമത്തിൽ ഒരു സുന്ദരി കുയിൽ പാർത്തിരുന്നു. കൺമഷിയെ വെല്ലുന്ന കറുകറുത്ത അഴകുള്ള അവളുടെ പാട്ട് കേട്ടാണ് ആ ഗ്രാമം ഉണരുന്നത്. ആ ഗ്രാമത്തിലെ കർഷകന് ഒരു കഴുതയുണ്ടായിരുന്നു. നേരം വെളുത്താൽ പകലന്തിയോളം പണിയെടുത്താൽ വയറു നിറയെ ഭക്ഷണം കിട്ടുമായിരുന്നു അവന്. എന്നും പാട്ടുപാടി പറന്നു നടക്കുന്ന കുയിലിനോട് അവന് അസൂയയായിരുന്നു. ഒരു ദിവസം കഴുത കുയിലിനോട് പറഞ്ഞു, എടാ, നിന്റെ മനോഹരമായ പാട്ട് എനിക്ക് കൂടി ഒന്ന് പഠിപ്പിച്ചു തരാമോ? കുയിലിന് ഉള്ളിൽ ചിരി വന്നു. നിന്റെ ശബ്ദം പാട്ടുപാടാൻ അനുയോജ്യമല്ല, കുയിൽ കഴുതയോട് പറഞ്ഞു. നിനക്ക് ഞാൻ ഒരുപാട് ധാന്യമണികൾ തരാം. എങ്ങനെയെങ്കിലും എനിക്ക് പാട്ട് പഠിപ്പിച്ചു തന്നാൽ മതി. കഴുത കരയാൻ തുടങ്ങി. എന്നാൽ ശരി, ഞാൻ പഠിപ്പിക്കാം. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മാത്രം വളരെ പതിയെ പാടിപ്പഠിച്ചാൽ മതി പാട്ട്. പഠിപ്പിക്കുമ്പോൾ കുയിൽ പ്രത്യേകം പറഞ്ഞിരുന്നു. കർഷകൻ ഉറങ്ങിയ ശേഷം വളരെ പതുക്കെ പാട്ട് പാടാവൂ. കുയിൽ കഴുതയെ പാട്ടുപാടാൻ പഠിപ്പിച്ചു തുടങ്ങി. രാത്രിയായി. പകലത്തെ അധ്വാനവും കഴിഞ്ഞ് കർഷകൻ ഉറങ്ങിത്തുടങ്ങിയതേയുള്ളൂ. പെട്ടെന്നതാ പുറത്തുനിന്ന് ഉറക്കെ കരയുന്നതുപോലെ ശബ്ദം. കർഷകൻ പുറത്തേക്ക് നോക്കി. അതാ കഴുത ചമ്രം പടിഞ്ഞിരുന്ന് പാടുകയാണ്. കർഷകന് ദേഷ്യം വന്നു. അവൻ്റെ ഒരു പാട്ട് മനുഷ്യരെ ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഒരു മുട്ടൻ വടിയെടുത്ത് കർഷകൻ കഴുതയെ പോതിരെ തല്ലി. നേരം വെളുത്തു. പതിവുപോലെ കഴുതയുടെ അടുത്ത് വന്ന് കുയിൽ പറഞ്ഞു, ഇന്നലെ പാട്ട് പഠിച്ചോ? ആരും കേട്ടില്ലല്ലോ. സുഹൃത്തെ, ഇന്നലെ പാട്ടിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ പഠിച്ചു. ഓരോ സൃഷ്ടിക്കും ദൈവം ഓരോ കഴിവ് നൽകിയിട്ടുണ്ട്. ഒരാളെപ്പോലെയാകാമെന്ന് ഇത് ദുർമോഹമാണ്. ആർക്കും നല്ലതല്ല. അതുകൊണ്ട് നീ തന്നെ പാട്ടുപാടിയാൽ മതി. എല്ലാവർക്കും സന്തോഷം നൽകിക്കൊള്ളും. ഞാൻ എൻ്റെ യജമാനെയും സേവിച്ചുകൊണ്ട് സന്തോഷമായി കഴിഞ്ഞോളാം. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.